സെബിൻ ജോസ്. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തത് 15 മെയ് 2019 2019 അമ്മ ഉടമ്പടി എടുത്തത്. എൻ്റെ CA ഫൈനൽസ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് അന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ CA ഫൈനൽ ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ കൊടുത്തത് 2016 നവംബറിലായിരുന്നു. ആ അറ്റംപ്റ്റിൽ എനിക്കൊരു പേപ്പർ ക്ലിയർ ആയിരുന്നു. CA ഫൈനൽസിനകത്ത് ടോട്ടൽ 8 പേപ്പേഴ്സാണ് ഉള്ളത്, 2 ഗ്രൂപ്പായിട്ട്. അപ്പം ഒരു ഗ്രൂപ്പിലെ ഒരു പേപ്പർ എനിക്ക് ക്ലിയറായി, എക്സംഷൻ കിട്ടിയായിരുന്നു ആ സമയത്ത് ബാക്കി കൂടെ ഉള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാൻ വളരെയധികം കോൺഫിഡൻ്റായി, ഓക്കെ ഒരു പേപ്പർ ക്ലിയറായി, നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ബാക്കി ക്ലിയറാക്കി എടുക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ അങ്ങനെ നിന്നു. ബട്ട് പിന്നെ അടുത്ത അറ്റംപ്റ്റുകൾ വന്നു, ഓരോന്നായി ഞാൻ തോക്കാൻ തുടങ്ങി. മെയ് 2017 എനിക്കൊന്നും കിട്ടിയില്ല. നവംബർ 2017 പോയി, 2018 അങ്ങനെയായി. അങ്ങനെ കിട്ടിയ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയ എൻ്റെ എക്സംഷനും ലാപ്സായി. 3 അറ്റംപ്റ്റ്സ് കഴിയുമ്പോഴത്തേനും എക്സംഷൻ ലാപ്സ് ആവും. അപ്പം പിന്നെ ബാക്കി പേപ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെയും കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്ന് ഞാൻ 6 അറ്റംപ്റ്റ്സ് കൊടുത്തു. 6 അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടും എനിക്കൊന്നും ക്ലിയർ ആയില്ല ഇതുവരെ. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർ മിക്കവാറും എല്ലാവരും ക്ലിയറായി. അവർ ഓൾമോസ്റ്റ് 2-3 വർഷമായി CA ആയിട്ട്. ബട്ട് ഞാൻ പിന്നെയും അറ്റംപ്റ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഡിപ്രസിങ് സ്റ്റേജായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത്. മെയ് 15 2019 മമ്മി ഇത് എടുക്കുന്നത്. CAക്കകത്ത് 2 അറ്റംപ്റ്റ്സാണ് നോർമലി ഉള്ളത്. ഒന്ന് മെയ് അറ്റംപ്റ്റ്, ഒന്ന് നവംബർ അറ്റംപ്റ്റും. എൻ്റെ മെയ് എക്സാം കഴിഞ്ഞാണ് മമ്മി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അതുവരെ എനിക്ക് അധികം വിശ്വാസവും പരിപാടിയും ഒന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്വന്തം എന്തെങ്കിലും റിപ്പീറ്റഡായിട്ട് ചെയ്യും. എൻ്റെ മുകളിലുള്ള ട്രസ്റ്റിൻ്റെ ബേസിസിലാണ് ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം മമ്മി വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു, ഐ വിൽ ഗീവ് പ്ലേസ് ടു ഗോഡ് ഇൻ മൈ ലൈഫ് നൗ. അത് കഴിഞ്ഞിട്ട് നവംബർ 2019 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു. ഇതുവരെയുള്ള അറ്റംപ്റ്റുകളിൽ മിക്കവാറും ഒരു സിമിലർ ഒരു പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറൗണ്ട് 65-70% എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നുള്ളൂ. ബാക്കി 30% എങ്ങനെ പോയാലും എൻ്റെ മിസ്സാവുമായിരുന്നു. ബട്ട് ഈ പ്രത്യേക അറ്റംപ്റ്റിൽ നവംബർ 2019 എനിക്കറിയത്തില്ല, പേപ്പേഴ്സ് ഹാർഡായിരുന്നു. ബട്ട് ഐ വാസ് ഏബിൾ ടു അറ്റംപ്റ്റ് ഫോർ ദ ഫുൾ മാർക്സ്. 100 മാർക്സിൻ്റെ ഉണ്ടായിരുന്നത് ഫുൾ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കപ്പോഴും അങ്ങനെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന്. ബട്ട് ഐ വാസ് ഏബിൾ ടു ഡു ദ 100% ദെയർ. പിന്നെ അങ്ങനെ പോയി. ബട്ട് ഫുൾ കോൺഫിഡൻസ് അപ്പോഴും ഇല്ല ക്ലിയർ ആവുമോ ഇല്ലയോ എന്ന്. പക്ഷേ നവംബർ 19 റിസൾട്ട് വന്നപ്പം 2 ഗ്രൂപ്പും എൻ്റെ ക്ലിയറായി. അപ്പം ഇത് സംഭവിച്ച മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എൻ്റെ രീതിയിലുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്തു നോക്കി, പക്ഷേ എനിക്കൊന്നും ഒരു സക്സസ്സും കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇത് ചെയ്യാൻ പറ്റി, ക്ലിയറായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ജോബ്സ് ആണെന്ന് പറഞ്ഞാലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാട്ടും 2-3 വർഷം നേരത്തെ എൻ്റെ കമ്പാനിയൻസ് ക്ലിയർ ആയായിരുന്നു. പക്ഷേ അവരുടെ ലെവലിലും അവരുടെ മുകളിലുള്ള ലെവലിലും ഉള്ള പേയിൽ എനിക്കിപ്പം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇന്നിവിടെ വരാനുള്ള കാരണം ബേസിക്കലി ഞാൻ ഒരു ഷിഫ്റ്റൂടെ നോക്കാൻ തീരുമാനിച്ചു. ഔട്ട് ഓഫ് ഇന്ത്യ ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ ഒക്ടോബറിൽ UAE പോയായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടി. 2 മാസം അവിടെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ജോബ് എനിക്ക് അലൈൻ ആയില്ല ഇതുവരെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ തിരിച്ചു വന്നു മാതാവിൻ്റെ അടുത്തേക്ക്. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഒരു മണ്ടത്തരം കാണിച്ചു. എൻ്റെ എബിലിറ്റിയിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുന്നുള്ള അങ്ങനത്തെ പരിപാടി ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം മാതാവ് എന്നെ തിരിച്ചെന്നെ വിളിച്ചേക്കുവാണ്. എനിക്ക് ഇത് ഉറപ്പുണ്ട്, അടുത്ത് തന്നെ ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയുമെന്ന്. എനിക്ക് മാതാവ് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി എനിക്കിവിടെ തന്നു എന്ന് പറഞ്ഞ് ഇന്ന് വന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തേക്കുന്നതിന് വേണ്ടി. എൻ്റെ പേര് വത്സമ്മ, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോനാണ്. ആക്ച്വലി ഞാൻ മോന് വേണ്ടിയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പം മോൻ പറഞ്ഞതുപോലെ
അല്പം സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അവൻ CA ഫൈനൽ ആയി. അപ്പോൾ അതിൽ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രത്യേകമായി അവൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരീക്ഷകളെല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റിയത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഓരോ എക്സാമിനും അവൻ പരീക്ഷ എഴുതുമ്പോൾ അവൻ എല്ലാ എക്സാമും വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളായിരുന്നു, ഹീ കുഡ് നോട്ട് കംപ്ലീറ്റ് ദി എക്സാം. ഒരു 15-20 മാർക്കിൻ്റെ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് അവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൂട്ടത്തിൽ കാശുരൂപം കൊണ്ടുപോയി അത് വെച്ച് പ്രാർത്ഥിച്ച് അവൻ പരീക്ഷ ചെയ്തതിൻ്റെ ഫലമായി അവൻ ലാസ്റ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ടായിരുന്നെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് സന്തോഷത്തിന് അമ്മ വക തന്നു. പിന്നെ മറ്റ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കട്ടപ്പന എന്ന സ്ഥലത്ത് പ്രതീക്ഷാഭവനുണ്ട്. അവിടെ മെൻ്റലി റിട്ടാർഡായിട്ടുള്ളവരും പിന്നെ ഒത്തിരി പ്രായം ചെന്നവരുമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരെ കുളിപ്പിക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയും കുറേ സമയം 1-2 മണിക്കൂറൊക്കെ അവരുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്, കാരണം അവരോട് ആരും സംസാരിക്കാനില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വരുന്നു സംസാരിക്കുമ്പോൾ അവരൊത്തിരി ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അവർ പറയും ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന ഉപ്പറിനെ കൊടുത്തു കഴിയുമ്പോൾ അവരൊത്തിരി സന്തോഷമാകുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങൾ, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളൊക്കെ ഞാൻ 1-2 ദിവസത്തിനകം ഒന്നെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഓരോരുത്തർക്കും അവിടെ നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു കൊടുക്കും. ചിലർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു മുഖമൊക്കെ വല്ലാത്തതുപോലെ കാണിക്കും. പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ അത് ഞാനൊരു സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കും. പിന്നെ ദിവ്യബലിയിലൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 2 ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. പിന്നെ പ്രാർത്ഥനാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ജപമാല ഒരു 3-4 ജപമാലയൊക്കെ എത്തിക്കും. പിന്നെ ബൈബിള് വായിക്കും. അങ്ങനെ പിന്നെ പറ്റുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ സാക്ഷ്യം.